സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ലൂക്കായുടെ സുവിശേഷം 9:1. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അപ്പോൾ ഇവിടെ പറയുകയാണ് പിശാചുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ പിശാച് ഒത്തിരി ഉണ്ടോ? അതിനെക്കുറിച്ച് വെളിപാട് 12:9 പറയുന്നുണ്ട്. സാത്താൻ എന്നും പിശാച് എന്നും വിളിക്കപ്പെടുന്നവൻ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അപ്പോൾ പിശാച് എന്ന് പറയുന്നത് ലൂസിഫറാണ്. എന്നാൽ അവൻ്റെ കൂടെ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട 1/3 മാലാഖമാർ, അവരെയാണ് പിശാചുക്കളെന്ന് പറയുന്നത്. അവരെയാണ് വിജാതിയർ ആരാധിക്കുന്നതും അങ്ങനെ അവരിൽ നിന്ന് ശക്തി നേടുന്നതും ഒക്കെ ചെയ്യുന്ന അതാണ്. അപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഈശോ പറയുകയാണ് പിശാചുക്കളുടെ മേൽ നിങ്ങൾക്ക് അധികാരവും ശക്തിയും നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അധികാരം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന്, അതായത് പത്രോസിലൂടെ കൈവപ്പിലൂടെ ലഭിക്കപ്പെടുന്ന സഭയുടെ അധികാരമാണ്. എന്നാൽ ശക്തി എന്ന് പറയുന്നത്, കൃപ എന്ന് പറയുന്നത്, അത് നമ്മൾ പ്രാർത്ഥനയിലൂടെ ആർജിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ആത്മായ സഹോദരങ്ങൾ പ്രാർത്ഥനയിലൂടെ കൃപയിലൂടെ ശക്തി സംഭരിച്ച് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. എന്നാൽ സഭയിലൂടെ വൈദികരിലൂടെ കൈവപ്പിലൂടെ കിട്ടുന്നതാണ് അധികാരം എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ പിശാച് പെട്ടെന്ന് പുറത്തു പോകും. അതുകൊണ്ടാണ് നമ്മൾ അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നത്. പ്രിയമുള്ളവർ, ഈ ഒരു ബോധ്യത്തോടു കൂടി സകല പിശാചുക്കളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം ലൂക്കാ 10:19 നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അധികാരം ഉപയോഗിച്ച് നമ്മളുള്ള എല്ലാ തിന്മകളുടെ മേൽ ചവിട്ടി നടക്കാൻ, സാത്താനെ ബഹിഷ്കരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അധികാരം ഉപയോഗിച്ച് നമ്മളിൽ നിന്നും മറ്റുള്ളവരിലുള്ള പിശാചുക്കളെ പുറത്താക്കുവാനും അവരെ സ്വതന്ത്രരാക്കാനും ലൂക്കാ 4:18 പറഞ്ഞു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കും. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്യും. ഈ ഒരു അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനും അനേകർക്ക് മോചനമായി തീരുവാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ ഇന്ന ദിവസം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.